ലോകത്തെ ഞെട്ടിച്ച് അല്ലെങ്കിൽ അമേരിക്കയെ പ്രധാനമായും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ഉച്ചകോടി അത് ഒരുങ്ങുകയാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ കറൻസിയുടെ കാര്യത്തിലും തീരുവയുടെ കാര്യത്തിലുമാണ് ചർച്ചകൾ കൂടുതൽ ഉണ്ടാകുന്നത്. ഇത് ഒരുപക്ഷെ ലോകത്തെ ഞെട്ടിക്കുന്നതിനപ്പുറം അമേരിക്കയെ ഞെട്ടിപ്പിക്കുവാനാണ് സാധ്യത. ഇന്ത്യ റഷ്യയും കൂടി ഒന്നിച്ചാൽ അതിൻ്റെ ഒരു പുതിയ മാനങ്ങൾ എങ്ങനെയായിരിക്കും? അല്ല, ഇതൊരു പുതിയ തുടക്കം തന്നെയാണ്. ഒരുപാട് കാലമായി റഷ്യയും ഇന്ത്യയും തമ്മിൽ സഹകരണമുണ്ട്, സൗഹാർദ്ദമുണ്ട്, എല്ലാ കാര്യത്തിലും പരസ്പരം സഹായിക്കാറുണ്ട്. അത് സോവിയറ്റ് റഷ്യ ഉണ്ടായിരുന്ന കാലം മുതൽ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ കാലം മുതൽ തുടരുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന മാനങ്ങളെക്കാൾ, അന്നുണ്ടായിരുന്ന ഡയമെൻഷനേക്കാൾ ഉയർന്ന തരത്തിലേക്ക് ഇപ്പോൾ ഈ ബന്ധം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അന്ന് സോവിയറ്റ് റഷ്യ ഇന്ത്യയെ സഹായിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഇന്ത്യയിൽ നിന്ന് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ലഭ്യമാകുമായിരുന്നില്ല. എന്നുവെച്ചാൽ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ സാധ്യത അവിടെ വിരളമായിരുന്നു. കാരണം നമ്മൾ അന്നത്തെ പൊസിഷൻ എന്ന് പറയുന്നത് അത്ര നല്ലതല്ലായിരുന്നു എന്ന് നമുക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അന്ന് സോവിയറ്റ് റഷ്യ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന സമയമായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ പഴയ ചരിത്രം, നമ്മളതെല്ലാം വിടുകയാണ് ചെയ്തത്. പുതിയ കാലത്ത് വന്ന സമയത്ത് ഇന്ത്യ ഉജ്ജ്വലമായിട്ടുള്ള രീതിയിൽ വളർച്ചയും വികാസവും നേടിയ രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു. ഏത് ലോകരാഷ്ട്രത്തോടും കിടപിടിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പൊസിഷനിങ് ഇന്ത്യ ഈ അടുത്ത കാലത്തായിട്ട് നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതിനിപ്പോഴും റഷ്യയുടെ സഹായമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ റഷ്യക്ക് ഒരു പരിക്ക് ഇതിനിടയ്ക്ക് വന്നു. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധമുണ്ടായ സമയത്ത് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ, വെസ്റ്റേൺ കൺട്രീസ് എല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് റഷ്യക്കെതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ഉപരോധം ഏർപ്പെടുത്തി. റഷ്യയോട് എണ്ണ വാങ്ങാൻ പാടില്ല, റഷ്യക്കൊന്നും കൊടുക്കാൻ പാടില്ല, റഷ്യയുമായിട്ടുള്ള സാമ്പത്തിക വിനിമയങ്ങൾ സമ്പൂർണ്ണമായിട്ട് വെട്ടിമാറ്റണം. അതായിരുന്നു പൊതുവായിട്ടുള്ളവരുടെ തീരുമാനം. പക്ഷേ ആ തീരുമാനം കേൾക്കാനായിട്ട് ഇന്ത്യ നിന്നില്ല എന്നുള്ളത് പാശ്ചാത്യ രാഷ്ട്രങ്ങളെ ചൊടിപ്പിച്ചതും അവർക്ക് ദേഷ്യമുണ്ടാക്കിയ കാര്യമാണ്. പക്ഷേ ഇന്ത്യക്ക് അതുകൊണ്ട് വലിയ സാമ്പത്തിക നേട്ടമുണ്ടായി. കാരണം റഷ്യ പറഞ്ഞു, റഷ്യയെ ക്രൂഡ് ഓയിൽ തരാം, അത് അന്താരാഷ്ട്ര വിപണിയിലുള്ള വിലയേക്കാൾ $4-5 കുറച്ച് തരാം എന്നുള്ളത് നമുക്ക് വലിയ ലാഭം ഉണ്ടാകുന്ന ഒരു കച്ചവടമായിരുന്നു. 1. 2, റഷ്യ പറഞ്ഞു ഇതിന് ഡോളർ വേണ്ട, ഇന്ത്യൻ റുപ്പി തന്നാൽ മതി എന്നുള്ളത്. അങ്ങനെയാണ് ഇന്ത്യയും റഷ്യയും ഈ അടുത്ത കാലത്ത് വളരെ അടുത്ത ബന്ധമുള്ള 2 രാഷ്ട്രങ്ങളായി മാറി. ഈ 2 രാഷ്ട്രങ്ങളുടെ ബന്ധം ഏറ്റവും കൂടുതൽ കലിപ്പുണ്ടാക്കിയത് അമേരിക്കക്കാണ്. അമേരിക്കക്ക് വലിയ ആഘാതമുണ്ടാക്കിയ തീരുമാനമാണ് ഈ തീരുമാനം. 1, റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് കർശനമായിട്ടുള്ള ഒരാജ്ഞ അവർ ലോകത്തിന് മുന്നിൽ വെച്ചപ്പോൾ ഇന്ത്യ വളരെ നൈസായി അതിനെന്ത് ചെയ്തു, വെല്ലുവിളിച്ചു. അങ്ങനെ അവരിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ എണ്ണ വാങ്ങുമ്പോൾ നേരത്തെ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യൻ റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ വാങ്ങാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ഇന്ത്യൻ റുപ്യ കൊടുത്ത് എണ്ണ വാങ്ങുകയും അമേരിക്കൻ ഡോളറിനെ സൈഡ് ലൈൻ ചെയ്തു. ഇപ്പം നൈസായ 2 രീതിയിൽ നമ്മൾ അമേരിക്കയെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് നേരെ ട്രംപ് ചുമത്തിയിരിക്കുന്നത്. പകരച്ചുങ്കം, റെസിപ്രോക്കൽ ടാക്സസ് എന്ന് വിശേഷിപ്പിച്ച് നമുക്കെതിരെ കടുത്ത ചുങ്കം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ചെയ്യും. ഇങ്ങനെ ചുങ്കം അടിച്ചേൽപ്പിച്ച സമയത്ത് നമ്മൾ അമേരിക്കയുടെ മുന്നിൽ മുട്ടിലിഴയാൻ പോയില്ല. പകരം ബദൽ മാർഗങ്ങൾ തേടുകയും അതിൽ പ്രധാനപ്പെട്ട ഒരു കൈത്താങ്ങായി റഷ്യ മാറുകയും ചെയ്തു. റഷ്യ, ചൈന, അതേപോലെ ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇറാൻ ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നാം പുതിയ മാർക്കറ്റുകൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ അതിന് കുറച്ചും കൂടി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഒരു ലൈസൻസ്ഡ് പ്രോസസ്സാക്കി മാറ്റാൻ വേണ്ടി 2 രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു ഉച്ചകോടി ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിക്ക് മുന്നേ അങ്ങനെ ഇത്രമാത്രം ബന്ധമുണ്ടായിരുന്നെങ്കിലും ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു ദ്വിരാഷ്ട്ര ഉടമ്പടിക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തിയിരുന്നില്ല. 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഉച്ചകോടി എന്ന് പറയുന്നതും അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ടാണ് കണക്കാക്കേണ്ടത്. എന്ന് വെച്ചാൽ 2 രാഷ്ട്രങ്ങൾ ഒരുമിച്ചിരുന്ന് ലോകത്ത് സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും എങ്ങനെ ഇടപെടണം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വിഷയം ശരിയാണ്, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള ചുങ്കത്തെ എങ്ങനെ നേരിടണം എന്നുള്ളതാണ്. സമ്മതിച്ചു, ശരിയാണ്. അതുകൂടാതെ പിന്നീട്
എല്ലാ മേഖലകളിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. അതെ. സൈന്യ മേഖലകളിലാകുന്ന മാറ്റങ്ങൾ മുഴുവനും അതെന്തെല്ലാമാണ് എന്ന് ഒന്ന് വിശദമാക്കാൻ നോക്കിയേ. ഇനി പ്രതിരോധ മേഖലകളിൽ, അതായത് നിലവിലുള്ള സൈനിക സാങ്കേതിക സഹകരണ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുക, പുതിയ പ്രതിരോധ ഇടപാടുകൾക്ക് രൂപം നൽകുക, അതാണ് പ്രതിരോധ മേഖല. പിന്നെ ഊർജ്ജ സഹകരണം, റഷ്യയുടെ എണ്ണയുടെ ഇറക്കുമതി, ആണവോർജം, കൽക്കരി, LNG എന്നിവയിലെ സഹകരണം, വ്യാപാരവും നിക്ഷേപവും, അതായത് വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുക, ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ തേടുക, പിന്നെ വ്യാപാര തടസ്സങ്ങൾ നീക്കൽ, തീരുവ, മറ്റ് തടസ്സങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച് കൂടുതൽ ചർച്ച. കണക്ടിവിറ്റി, അതായത് അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ, ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് സമുദ്ര ഇടനാഴി എന്നിവയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഉക്രൈൻ വിഷയം, ഉക്രൈനുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങൾ, ഇന്ത്യയുടെ സമാധാനത്തിനായുള്ള സമീപനം, സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും ആവശ്യകത. പിന്നീട് പലസ്തീൻ ഇസ്രായേൽ സംഘർഷ മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുക. പിന്നെ ബഹുമുഖ വേദികളിലെ സഹകരണം, ബ്രിക്സ്, G20, SCO എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുക. ആഗോള വെല്ലുവിളികൾ, ഭീകരവാദത്തിനെതിരെ ഉള്ള പോരാട്ടം, കാലാവസ്ഥ മാറ്റം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയവ. പിന്നെ ആർട്ടിക് മേഖല, പിന്നെ പ്രകൃതി വിഭവങ്ങൾ സമ്പന്നമായ ആർട്ടിക് മേഖലയിൽ ഇന്ത്യൻ സാന്നിധ്യം വിപുലീകരിക്കണം. സാങ്കേതിക വിദ്യ, IT, നിർമ്മാണം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലയിലുള്ളത്. പിന്നെ ഉക്രൈൻ വിഷയം, നേരത്തെ പറഞ്ഞതുപോലെ പലസ്തീൻ ഇസ്രായേൽ വിഷയം. ഇതിനിടയ്ക്ക് മാഷെ ഈ കറൻസിയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും ഇവർ നടത്തുന്നുണ്ട്. അതായത് പേയ്മെന്റ് സംവിധാനം എന്ന് പറയുന്ന, ഈ ഒരു കറൻസിയുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കയ്ക്ക് കൂടുതൽ ആശങ്കകളും. ഡോളറിനെ കടത്തിവെട്ടാൻ മറ്റൊരു രൂപ വരുമോ എന്നുള്ളൊരു ഇതായിരുന്നു, കറൻസി വരുമോ എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ പേയ്മെന്റ് സംവിധാനം എന്ന് പറഞ്ഞൊരു റുപ്പി, റൂബിൾ പോലെയുള്ള ദേശീയ കറൻസികളിലുള്ള പേയ്മെന്റുകൾ സുഗമമാക്കാനും ധനകാര്യ ഇടപെടലുകൾ മെച്ചപ്പെടുത്തുവാനും പുതിയ കറൻസികൾ കൊണ്ടുവരാനുമുള്ള നീക്കങ്ങൾ നടത്തും. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു കാര്യം നമുക്ക് വ്യക്തമാവും. ലോകത്ത് ഇതുവരെ ഇതുപോലെയുള്ള ഒരു ദ്വിരാഷ്ട്ര ഉച്ചകോടി നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുറേ രാഷ്ട്രങ്ങൾ കൂടിയുള്ള ഉച്ചകോടിയിൽ ഇതേപോലെയുള്ള വിഷയങ്ങളെല്ലാം സമഗ്രമായി ചർച്ച ചെയ്യാറുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അവയ്ക്ക് പരിഹാരം തേടാനും തീരുമാനിച്ചാൽ അതിൻ്റെ അർത്ഥം ലോകത്തുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടാനായിട്ടുള്ള കരുത്തുള്ള ഒരു ശക്തിയാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളെന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ്. പലസ്തീൻ വിഷയം, ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. യുക്രൈൻ യുദ്ധം, അതിൽ ഞങ്ങളൊരു തീരുമാനമെടുക്കും. ചുങ്കത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുക്കും. അതേപോലെ ധനകാര്യ വിനിമയ പ്രക്രിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് പുതിയ വഴി കണ്ടെത്തും. സാമ്പത്തിക ഇടപാടുകൾ കുറച്ചുകൂടി സുഗമമാക്കും. ഓരോ രാഷ്ട്രത്തിൻ്റെയും കറൻസി എങ്ങനെ വളരെ എളുപ്പത്തിൽ വിനിമയം ചെയ്യാനായിട്ടുള്ള ഒരു പ്രക്രിയയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം, അത് ചർച്ച ചെയ്യും. അതുപോലെ IT മേഖലയിൽ, എഞ്ചിനീയറിംഗ് മേഖലയിൽ, ഊർജ്ജ മേഖലയിലൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും വളരെ വിദഗ്ധമായിട്ടുള്ള ചർച്ചകളുണ്ടാകും. അത്ര സമഗ്രമായ ഒരു ചർച്ചയ്ക്ക് തുടർന്ന് പരിഹാരം കണ്ടെത്തുന്ന ഒരു പ്രക്രിയയിലേക്ക് ഉച്ചകോടി പോവുക എന്ന് പറഞ്ഞാൽ, ഈ ഉച്ചകോടിയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങളെ നയിക്കുന്ന തരത്തിലുള്ള നേതൃത്വം എന്ന് കാണിച്ചു കൊടുക്കൽ കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഇന്ത്യ കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് അതിൻ്റെ കസേര വലിച്ചിട്ട് ലോകത്തോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്.